ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കത്തി, പിച്ചത്തി, വെട്ടോത്തി, കടൽ എല്ലാ സാധനവും ഉണ്ട്. മൂർച്ചയില്ല. ഓ കിഡു സാധനം. മലയാളത്തിലൊരു വേർഡ് പഠിക്കണം എന്തായാലും പഠിപ്പിച്ചു കൊടുത്ത സാധനം പ്രാന്ത്. इसका 450 रुपए, इसका 300 है. 200 बोल दिया मोनी. പുഷ്കറിൽ വന്നിട്ടുള്ള എൻ്റെ രണ്ടാമത്തെ വീഡിയോ ഇതേ. നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടറിയാം, അതൊരു അഡ്വഞ്ചർ പാർക്ക് പോലത്തെ ഒരു സ്ഥലത്തേക്ക് പോയത്. അവിടെ നല്ല ക്യാമൽ സഫാരി, ജീപ്പ് സഫാരി ഒരുപാടുള്ള സ്ഥലമായിരുന്നു. അതായിരുന്നു പാർട്ട് 1. അതിൻ്റെ പാർട്ട് 2 ആണിത്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാനും ഇവിടെ മുകളിൽ കൊടുക്കാം, അത് കണ്ടിട്ട് ഇവിടെ വന്ന് കാണുക. ആൻഡ് ഇന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ സ്ട്രീറ്റാണ്, പ്ലസ് 2 അമ്പലം പോകുന്നത്. 2 അമ്പലത്തിനും 2 സ്പെഷ്യാലിറ്റികളുണ്ട്. അത് മൊത്തം എന്താണെന്ന് അറിയാനായിട്ട് ഫുള്ള് കാണണം. പുഷ്കറിൽ വന്ന ഫസ്റ്റ് കാണേണ്ടത് അമ്പലം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ ഒരു അമ്പലമാണ്. ആ ബ്രഹ്മാവിൻ്റെ അമ്പലത്തിലാണ് എല്ലാവരും വരുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അതെ, ഇതാണ് അമ്പലം. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, നമ്മൾ ഓൾറെഡി തൊഴുത് ഇറങ്ങി കഴിഞ്ഞു. പക്ഷേ ഇത് മാത്രമല്ല, ഇതിൻ്റെ സ്ട്രീറ്റ് ഭയങ്കര രസമുള്ള സ്ട്രീറ്റാണ്. ആ സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 1-2 കടകളുണ്ട് സ്പെഷ്യൽ എന്ന് പറയാനായിട്ട്. ഒരു വാളുകൾ കിട്ടുന്ന കട ഉണ്ട്. ആ സാധനമാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അത് കാണിച്ചു തരാം. അവിടുത്തെ കുറച്ച് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാവേ. അപ്പോൾ ഫുള്ള് കാണാം. ഈ അമ്പലത്തിൻ്റെ പുറത്ത് ഒരുപാട് ഷോപ്പ് ഉണ്ടെങ്കിലും ഒരു ഷോപ്പ് വളരെ സ്പെഷ്യലാണ്. ഇതേ ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കത്തി, പിച്ചത്തി, വെട്ടോത്തി, കടൽ എല്ലാ സാധനവും ഉണ്ട്. ആൻഡ് ഇതിലത്തെ ഓരോ സാധനങ്ങൾ എന്തിനാണുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ബ്രീഫ് തരാവേ. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതേ ഏറ്റവും വലിയൊരു എയർ ഗൺ ഇരിക്കുന്നുണ്ട്. വർക്കിംഗ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചോദിച്ചു നോക്കാം. അതിന് ഇവിടെ വാളുണ്ട്. ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാളുകളുണ്ട്. കണ്ടു എത്ര ടൈപ്പ് വാളുകളാണ്. പിന്നുള്ളത് കത്തി, പിന്നെ കത്തികൾ ഒരുപാട്. ആപ്ക ഇമേജ് നോഷുന ഇതാ ഒരുപാട് രീതിയിലുള്ള കത്തികൾ, പല ഡിസൈനുള്ള കത്തികൾ. ഇതൊക്കെ കളിത്തോക്കാണോ എന്ന് എനിക്ക്. ഒറിജിനൽ ഗൺ എയർ പിസ്റ്റൽ. ഓ എയർ പിസ്റ്റലാണ് ഇതെല്ലാമേ. എന്താ പല രീതിയിലുള്ള വാളുകൾ. നമുക്കൊരു സാധനത്തിൻ്റെ ഇത് നോക്കി നോക്കാം. എനി ഐറ്റം ജസ്റ്റ് നൈഫ് ഏതോ ജസ്റ്റ് ദേഖനേക്ക്. കത്തി, ഒറിജിനൽ കത്തി, നല്ല വെയിറ്റും ഉണ്ട്. ഓക്കെ, നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷെ ഇതിന് എന്താണെങ്കിൽ മൂർച്ച കൂട്ടിയിട്ടില്ല. തുമ്പ് നോക്കിയറിയാം, അത് മൂർച്ചയില്ല. പക്ഷെ ഭയങ്കര ഭംഗി. ഇത് സേഫ്റ്റിക്ക് അല്ലെങ്കിൽ ഭംഗിക്ക് അവർ യൂസ് ചെയ്യുന്നതാണേ. എന്നാ ഭംഗിയാ നോക്കിയേ. उसका प्राइस ये वैसे नॉर्मली शॉप पर 800 का बिकता है. अगर आप ऑनलाइन मंगाओ तो ऑनलाइन भी मिल जाता है. उसका चार्ज अलग लगता है. ऑनलाइन नहीं करते 1000 तक घर तक पहुंच जाता है. ऑनलाइन कुरियर बाय कुरियर मंगाओ तो आप 1000 तक घर पर पहुंच जाता है. घर के हाँ बाय कुरियर होम डिलीवरी 1000 तक हो जाता है. കണ്ടോ, ആർക്കേക്ക് വേണോ വേണമെങ്കിൽ പറയാം. ഞാൻ 2 ദിവസം കൂടിയും പുഷ്കർ ഭാഗത്തുണ്ടാവും. 800 രൂപയാണ് ഓൺലൈനിൽ വീട്ടിൽ എത്തിച്ച് തരാനായിട്ട്. തൽവാർ, ഇവിടെ തൽവാർ എന്നതിന് പറയാം. കണ്ടോ ഒറിജിനൽ വാള്. ഇത് വീടുകളിൽ നല്ല ഭംഗിക്ക് വെക്കാനുള്ള വാളാണേ. കണ്ടോ, നമ്മുടെ കയ്യിൽ തരില്ല. ഓ തന്നു, കുഴപ്പമില്ല. ഇതിൻ്റെ ഡിസൈൻ കണ്ടോ, ഹാൻഡ് പിടിയൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഇതെന്താ വെച്ചാൽ ഇതിനും മൂർച്ചയില്ല. ഓ കിഡു സാധനം. ओरिजिनल इंडियन ओरिजिनल इंडियन सोड बट शार्पनेस नहीं है. शार्प नहीं होता है. शार्प अलाउड नहीं रहता है. अलाउड नहीं. आप विदाउट शार्प इसको इंडिया के ऑल ओवर इंडिया ट्रैवल कर सकते हो. ओहो, विदाउट शार्पनेस ट्रैवल कर सकते हो विदाउट शार्प. ओके. अभी शार्प हो जाएगा तो उसके बाद ट्रैवल नहीं कर सकते हो. आप शार्प होने के बाद घर पर रख सकते हो. आप घर ले जाओ, घर पर जाकर इसको शार्प करो. नो प्रॉब्लम. नो प्रॉब्लम. ഓഹോ ഹോ, ഇതാർക്കേക്ക് വേണോ വേണമെങ്കിൽ ഇപ്പോൾ പറയണം. കമൻറ്റിൽ പറ, നമുക്ക് നോക്കാം എത്ര പേര് കമൻറ്റ് അടിക്കുന്നത്. അതിനനുസരിച്ച് ഞാൻ അത് നമ്പർ എന്തായാലും വാങ്ങി വയ്ക്കാം. വേണ്ടവർ എൻ്റെ നമ്പറിൽ വിളിക്കുക, നമുക്ക് വില പേശാം. അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യേ, കമൻറ്റ് അടിച്ച് നോക്കാം. അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് സാധനം എയർ ഗൺ. एयर गन ओके. एक और टाइम ये एक छोटा एयर गन होता है. ओके. इसमें नॉर्मली आप खेत खलिहान में जो फार्मिंग करते हैं, जो खेतों में काम करते हैं, उनके लिए काम आता है. बर्ड्स वगैरह होते हैं जो खेत को परेशान करते हैं, फार्म को परेशान करते हैं, फार्म को डैमेज करते हैं, उसके लिए काम आता है. उससे इसमें छोटा यहाँ से छर्रा डलता है, एक स्मॉल पैलेट रहता है. पैलेट डलेगा इसमें. पैलेट डलने के बाद आप उसको नॉर्मल चलाओगे तो ऐसा साउंड करता है. नॉर्मल चलाओगे ऐसा साउंड करता है. ओके. जब इसमें आप छर्रा
और एक पटाखा साथ में डालोगे जिससे तेज साउंड निकलता है। तेज साउंड से बंदर वगैरह होते हैं, मंकीज वगैरह होते हैं, बर्ड्स वगैरह होते हैं या रैबिट वगैरह होते हैं जो फार्म को खराब करते हैं, खेत को खराब करते हैं, इसकी आवाज़ से साउंड से भाग जाते हैं, वो वापस नहीं आते। जैसे वो लाउडली साउंड करता है इससे वो वापस नहीं आते। ओके, ओनली साउंड, ओनली साउंड पर्पस, नॉट अ एनिमल डैमेज। इसका प्राइस? ये नॉर्मली 1500 से स्टार्टिंग रहता है, जिसमें मेरे पास ये 3-4 की वैरायटी है। एक सिल्वर है, शो करो आप, मैं सेपरेट शो, गोल्डन है, ब्लैक है और ये गोल्डन वाला, अलग अलग प्राइस। सेफ्टी पर्पस यूज़ कर सकते हो आप। मतलब नाइट आउट करने जा रहे हो या कहीं नाइट को कहीं वॉकिंग के लिए निकल रहे हो, अरे हाँ, किसी भी बुजुर्ग लोग को दो, ओल्ड मैन को दो, ओल्ड लेडी को दो, उसके लिए भी काम आता है, या आपकी सेफ्टी के लिए भी काम आता है, या बाइक पर भी रख सकते हो। नॉर्मल उसको हाथ से इस तरीके से खोलोगे तो एक डंडे शेप में निकलेगा। ये प्योर स्टील का होता है, वेरी स्ट्रॉन्ग होता है, इससे आप नारियल वगैरह भी फोड़ सकते हो, इतना स्ट्रॉन्ग होता है ये। इसको बंद करने का प्रोसेस ऐसा रहता है, इसको किसी भी हार्डली जगह पे, जैसे मान लो ये नॉर्मल जगह पे करोगे तो बंद नहीं होता है ये, इसको इस पत्थर पे बंद करो, इसे भी बंद कर सकते हो आप, ये से बंद हो जाता है। खोलने का प्रोसेस ये है, वो खोलोगे तो ये ऐसे निकलता है, बंद करो ऐसा, ഇങ്ങനെ പിടിച്ച് വീശാൽ മതി. എൻ്റെ അമ്മേ, അടിപൊളി സ്ട്രോങ് ആണ്. एंड नॉर्मली आविല്ല. ओ, इसको आपको स्टोन पर ही बंद करना पड़ेगा, स्टोन ही बंद करना जगह होगी, जितना आप हार्डली खोलोगे उतना ही हार्डली खुलता है। उसका प्राइस ये 800 का आता है। 800 എല്ലാം इसमें अलग अलग क्वालिटी आती है, मेरे पास डिफरेंट क्वालिटी है, क्वालिटी आपके पास सेम टाइप रहती है। इसमें आपको कलरफुल भी मिल जाता है, गोल्डन है, रेनबो है, एक इससे हेवी वाला भी आता है, ये आता है। കിട്ടും സാധനങ്ങളാ, സെൽഫ് ഡിഫെൻസിനും എല്ലാം പറ്റിയ സാധനങ്ങളാ. ये इम्पोर्टेंट होता है, ओ, ये थोड़ा और कॉस्टली उसका होता है, बिग, ये बिग है। इसमें आप स्टोन ब्रेक करने का भी, जैसे उसको शीशा वगैरह फोड़ने का भी होता है, स्टोन ब्रेक का भी होता है, मारने वाला। इसको खोलोगे, ये इससे बड़ा साइज है, बड़ा साइज है. ये नॉर्मली कटाना शेप में लगता है, आप देखोगे तो कटाना टाइप लगेगा, कटाना. ओह, ये इससे बड़ा साइज। अच्छा है. नाइस. इसका भी प्रोसेस वही है, इसको भी ऐसे बंद करो और ऐसा ही ओवन क्लोज. आप कटाना देखना चाहो तो कटाना भी है हमारे पास। कटाना किधर है? कटाना ये, ओहो, बड़ा कटाना. ओके, डेकोरेशन. ओहो, इसको आप मतलब ये बोल्ट लगे हुए हैं, ओके, इसको खोल भी सकते हो, ये खुलता है, ये बोल्ट खुलेंगे, हाँ, ये दीवार पर आप वॉल पर इसको ऐसा लगा सकते हो, अच्छा लगता है। ऑफिस वगैरह में लगाओ या घर में हॉल में ओ डेकोरेशन पर्पस ഓൺലി. ओनली डेकोरेशन का। കത്തിക്ക് ഡെക്കറേഷൻ പർപ്പസ് ഉള്ള എന്താ വലിയ പിസ്റ്റൽ വെക്കാം, മറ്റേ വലിയ തോക്കുകൾ വരെ ഇവിടേക്കുണ്ട്. ബഡാ എയർ ഗൺ. ആൻഡ് ബ്രഹ്മാവിൻ്റെ അമ്പലത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ സാധനങ്ങൾ മിസ് ചെയ്യരുത്. ഇതും കുറച്ച് തുണികടകൾ കാണിച്ചു തരാം. ഇതൊരു കിഡു ഐറ്റമാണ്. ഇത് ഒരു ഷോപ്പല്ല, ഒരുപാട് ഷോപ്പുണ്ട്. അതുകൊണ്ട് ഷോപ്പിൻ്റെ പേര് നമുക്ക് യൂട്യൂബിൽ അധികം ഇടാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ ഇടുന്നില്ല. പക്ഷേ ഒരുപാട് ഷോപ്പ് ഇങ്ങനത്തെ ഉണ്ട്. വര നോക്കുക, വേണമെങ്കിൽ വാങ്ങാം. ഞാൻ എന്തായാലും ഇവിടെ നമ്പർ കൊടുക്കാം. ഇവരുടെ നമ്പർ ഞാൻ വാങ്ങി വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കാം. വിളിച്ച് നോക്ക്, ഞാനിവിടെ ഉണ്ടെങ്കിൽ പറയാം. ഞാൻ വന്ന ആളുടെ ഷോപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ്. ഇവർക്ക് ഓൺലൈൻ കൊറിയർ സർവീസ് ഇല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കും ഇവിടെ വരുന്ന ആൾക്കാർക്ക് മാത്രം ഇവരത് ഓൺലൈനിൽ അയച്ചുതരും, അല്ലാതെ വിളിച്ച് വന്നാൽ പറ്റില്ല. ഇതാണ് പുള്ളിയുടെ ഇൻസ്റ്റ ID. ഇതൊരു ഗംഭീര സ്ട്രീറ്റ് ആണോ. ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റിയ ഒരു സ്ട്രീറ്റാണ്. നല്ലതാ വളകളും ഇങ്ങനത്തെ സ്ട്രീറ്റുകളുണ്ട്. ഞാനൊരു ഡ്രസ്സ് കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ ഒരു കടയിൽ ഞാനൊരു ഡ്രസ്സ് കണ്ടുവച്ചത്. നമുക്ക് അതൊന്ന് ചോദിച്ച് നോക്കാം. ഇവിടുത്തെ ഡ്രസ്സുകളും ഭയങ്കര സ്പെഷ്യൽ. ആൻഡ് ഒരു ഡ്രസ്സ്, ഒരു കടയിലത്തെ ഡ്രസ്സ് ഞാൻ ഭയങ്കരമായിട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതാ കട എന്നറിയോ? ഇതല്ല ഈ കട. ദേ ഈ കടയിലത്തെ ഒരു ഡ്രസ്സ് ഞാൻ നോക്കി വെച്ചത്. ഡ്രസ്സ്. ആൻഡ് ഇവിടെയുള്ള ഡ്രസ്സുകളുണ്ട്, നല്ല രാജസ്ഥാനി ടച്ച് വരുന്ന ഡ്രസ്സുകളാണ്. भैया वो ड्रेस कितना भैया? हाँ जी, फर्स्ट वन दैट येलो एंड दिस वन. ये दोनों देने. हाँ, इसका प्राइस. हाँ, इसका 450 रुपये, इसका 300 है.
200 बोल दिया ओनी इसका नहीं 200 इसका है 200 नहीं 200 येलो नहीं ये लो 200 250 लास्ट तक जाएगा ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ എൻ്റെ അടുത്ത് 200 പറഞ്ഞു. ഇപ്പോൾ ഇവൻ പറയുന്നത് 300 വേണമെങ്കിൽ മാക്സിമം 200 ആക്കി തരാമെന്ന്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഡ്രസ്സ്. എൻ്റെ കുട്ടിക്ക് കൊണ്ടുപോകാൻ പറ്റിയ സാധനമാണ്. കണ്ടോ കറക്റ്റ് നല്ല ഭംഗിയുള്ളതാണ്. ഒന്ന് വരെ പേശാമായിരുന്നു അല്ലേ. ഞാൻ 200 താഴ്ത്തി പിടിക്കാൻ നോക്കിയത് അവനത് 300 തുടങ്ങിയിട്ട് 200 എനിക്ക് തന്നു. 200 ഉള്ളൂ അതെനിക്കറിയാം. പക്ഷേ അതൊന്ന് ചവിട്ടാൻ പറ്റുമോ നോക്കിയതാ. ഓക്കെ ഞാനത് ഓർത്തു. എനിക്ക് നല്ല ഇഷ്ടമായി അത്. നല്ല രാജസ്ഥാനി ഡ്രസ്സ് പോലെ ഉണ്ടത്. ആൻഡ് ഇവിടെ ഒരുപാട് ഇതുപോലത്തെ കളക്ഷൻസ് ഉണ്ട്. പുഷ്കർ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കടയിൽ കയറിയിട്ട് നല്ലൊരു ഡ്രസ്സ് എന്തായാലും എടുക്കണം. ആൻഡ് ഈ ഡ്രസ്സ് ഞാൻ കൈക്കലാക്കിയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ്. ചെറിയ ക്വാളിറ്റി ഒന്നുമില്ല, പക്ഷേ നല്ല രാജസ്ഥാൻ ടച്ചുള്ള ഡ്രസ്സാണ്. അതുകൊണ്ട് അതിനെടുത്തു. 200 കച്ചവടം ഉറപ്പിച്ചു. ഇവിടുത്തെ ഒരു തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡാണ് ഒട്ടകം. ഒട്ടകത്തിന് പുറത്ത് ആൾക്കാരെ കൊണ്ടുപോയിട്ടിരിക്കും. ഇവിടെ എല്ലാ സ്ഥലത്തും നമ്മൾ വെച്ച് കണ്ടിട്ടുള്ളതാണ് ജീപ്പ് സഫാരി, ക്യാമൽ സഫാരി, ബൈക്ക് റൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ഇത് ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ ഇവരെന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരു ഗ്രൗണ്ട്, ഒരു വലിയൊരു ഗ്രൗണ്ട് അവർ ഡെസേർട്ട് പോലെ സെറ്റ് ചെയ്തിട്ട്, ഇവിടെ ആക്ച്വലി ഡെസേർട്ട് ഇല്ല, ഒരു ഗ്രൗണ്ട് മൊത്തം ഇവർ ഡെസേർട്ട് സെറ്റ് ചെയ്തിട്ട് അവിടെ ജീപ്പ് സഫാരി, ക്യാമൽ സഫാരി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് രസമല്ലേ. ഇതാ ദൂരത്ത് കാണുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ അമ്പലം. ഒരു മല മുകളിലാണ്. ഇതിൻ്റെ പേരാണ് സാവിത്രി മാതാ ടെമ്പിൾ. ആൻഡ് ഇതിന് 2 മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് റോപ്പ് വേ വെച്ചിട്ട് പോകാം, അതല്ലെങ്കിൽ പിന്നെ സ്റ്റെപ്പ് നടന്ന് കയറണം. ഞാൻ പറഞ്ഞ റോപ്പ് വേന് 180 രൂപ ടിക്കറ്റ് വരുന്നത്. ആൻഡ് ഈ സാധനം നമുക്ക് ഓൺലൈനിലും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. വെറുതെ പോയിട്ട് ക്യൂ നിന്നുകൊണ്ടിരിക്കുക. ഓൺലൈൻ ചെയ്യാൻ പറ്റും. 180 രൂപയാണ് ഒരു അഡൾട്ടിന് വരുന്നത്, ഒരാൾക്ക് വരുന്നത്. ഞാൻ ഓൺലൈനിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഒരുപാട് പേര് അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നോക്കി നോക്കാം. ഈ സാധനം റോപ്പേ നമ്മൾ ചടായു പാർക്കിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് അതിനാണ് നമ്മളും കയറാൻ പോകുന്നത്. നമ്മുടെ ജഡായു പാർക്കിൽ കണ്ട അതേ റെയിൽ സിസ്റ്റമാണ് വലിയൊരു വീല് വെച്ചിട്ടുള്ളത്. എന്താ നമ്മുടെ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു വണ്ടിയിൽ 6 പേരെ വെച്ചിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. हिंदी में थोड़ा थोड़ा था मालूम है लाइक वो मलयालम लैंग्वेज बट वो हमें नहीं आएगा अभी आप मेरे को क्या बोलेगा मेरे को समझ नहीं आएगा. आपका नाम? युवराज सिंह. क्या काम करेगा वो? क्या है भैया? मैं आर्किटेक्ट हूँ और सर्वे करने के काम से आया हुआ हूँ यहाँ मंदिर में. ओह उसका ऊपर. हाँ जी. एंड ഇത് നമ്മുടെ വേറെ ഫ്രണ്ട്സ് ആണ്. आपका नाम? हेमराज मीणा. अशोक कुमार. एंड क्या काम कर रहे हैं? कॉलेज फ्रेंड्स, സ്റ്റുഡൻസ്. നമുക്കവിടെ ഒരു 3-4 ഫ്രണ്ട്സ് കിട്ടിയിരുന്നു. പക്ഷെ അവന്മാർ ഫസ്റ്റ് ട്രിപ്പിൽ പോയി. നല്ല കമ്പനി ആൾക്കാരെല്ലാവരും. പുറത്തെ വ്യൂ കണ്ടോ? വ്യൂ നോക്കണം. അതിൻ്റെ താഴത്തേക്ക് കണ്ടോ? ഫുള്ള് മരുഭൂമി പോലെ അവർ സെറ്റ് ചെയ്താണ്. ഈ സാധനം ഉണ്ടല്ലോ, നമ്മൾ സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ ചത്തേനെ. അത്രയും ഹൈറ്റില്ല, 400 മീറ്റർ ഹൈറ്റിലത്. 400 മീറ്റർ എന്ന് വെച്ചാൽ അറൗണ്ട് 1/2 കിലോമീറ്റർ ആയില്ല. ഇപ്പോൾ ആ സാധനത്തിൻ്റെ ഹൈറ്റ് നോക്കി എത്ര അടിയെന്നാണ് വന്നിട്ടുള്ളതെന്ന്. അമ്പലം വളരെ ചെറുതാണ്, പക്ഷെ ഇത് കാണാനാണ് അത്രയും പേര് വരുന്നത്. ആൻഡ് ഇവിടെ കുരങ്ങിരിക്കുന്നുണ്ടോ? എത്ര കുരങ്ങ ചറ ഇരിക്കുന്നുണ്ട്. അതെല്ലാം നമ്മുടെ വൈറ്റ് ലെങ്കൂറുകളാണ്. അടിപ്പിടി എല്ലാവരും. അമ്പലം വളരെ ചെറിയ അമ്പലമായിരുന്നു. പക്ഷെ എന്താണെങ്കിൽ ഈ റോപ്പ് എല്ലാം ഉള്ള കാരണമാണ് അത്രയും പേര് വരുന്നത്. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫ്രണ്ട്സ്. എത്ര പേരുണ്ട്? 4-5 പേരുണ്ട്. एक वर्ड में सीखेंगे ना यो हानी सिंह एक वर्ड में सीखेंगे ले
മലയാളത്തിലൊരു വേർഡ് പഠിക്കണം ഞാനും പഠിപ്പിച്ചു കൊടുത്ത സാധനം അത് പ്രാന്ത്. അച്ഛാ ഓക്കെ. കോളേജ് സ്റ്റുഡൻസ്? Yeah, we are college from Jaipur. ജയ്പൂർ. അപ്പോൾ അങ്ങനെ പുഷ്കറിലത്തെ 2 വീഡിയോ നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു. ആൻഡ് ഇത്രയേ ഉള്ളൂ. പുഷ്കർ വൈൻഡപ്പ് ചെയ്യാൻ പോവാ. ഫസ്റ്റ് വീഡിയോയിൽ നല്ല ക്യാമൽ സഫാരി നടക്കുന്ന സ്ഥലത്ത് പോയി നമ്മൾ നല്ല പാട്ടൊക്കെ കേട്ടു. ആൻഡ് ഇവിടെ രണ്ടാമത് വന്നിട്ട് 2 അമ്പലങ്ങളും 2 അമ്പലത്തിനും നല്ല അടിപൊളി വിശേഷങ്ങൾ കണ്ടത്. ആൻഡ് അടുത്ത ഒരു രാജസ്ഥാൻ അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റ.